മകളെ, ജെറുസലം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ധാരാളം ആളുകൾ ഇങ്ങനെ സംബന്ധിക്കുന്നതിനോർത്ത് ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് ഈ മാസത്തിൽ തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധ അൽഫോൻസ് ലിഗോരി, മരിയ വിയാനി പുണ്യവാൻ, വിശുദ്ധ ഡൊമിനിക്ക്, ഇവരുടെ കൈകളിലൂടെ ഇന്നത്തെ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് വരുന്ന ഓരോരുത്തരെയും സമർപ്പിക്കുകയാണ്. എനിക്കൊരാഗ്രഹമുണ്ട്, ഈ ഓഗസ്റ്റ് മാസം 1-ാം തീയതി മുതൽ ഓഗസ്റ്റ് മാസം അവസാനം വരെ 31-ാം തീയതി വരെ നിങ്ങൾ കേൾക്കുന്ന വചനം 1-2 പേർക്കൊന്ന് ഷെയർ ചെയ്യൂ. ഒരു വലിയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. തുടർന്ന ദിവസങ്ങളിൽ എന്താണെന്ന് ഞാൻ പിന്നീട് പറയുന്നുണ്ട്. നമ്മുടെ കണ്ണുനീരിലേക്ക് ഈശോ വരട്ടെ. നമ്മുടെ എല്ലാ വഴികളിലേക്കും, അടഞ്ഞുപോയ വഴികളിലേക്കും, അടഞ്ഞുപോയ വാതിലിൽ തുറക്കാനായി വചനം കടന്നു വരട്ടെ. എന്നോടൊപ്പം, ഇപ്പോൾ നമ്മോടൊപ്പം വിവിധങ്ങളായ രാജ്യങ്ങളിലിരുന്ന് വചനം ശ്രവിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവേ നീ കാണണമേ. എല്ലാവരിലേക്കും ദൈവശക്തി മഴ പോലെ പെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് കർത്താവ് തരുന്ന വചനം അതിമനോഹരമായിരിക്കുന്ന വചനമാണ്. 130-ാം സങ്കീർത്തനം 5-ാം വാക്യം ശ്രദ്ധിച്ചേൻ. ഞാൻ കാത്തിരിക്കുന്നു, എൻ്റെ ആത്മാവ് കർത്താവിനെ കാത്തിരിക്കുന്നു, അവിടുന്ന് വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ബൈബിളിൽ കാത്തിരിപ്പ് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണത്. സ്നേഹത്തോടെ കാത്തിരിക്കുകയാണ്, ത്യാഗത്തോടെ കാത്തിരിക്കുകയാണ്, പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടി? എൻ്റെ വഴിയിലേക്ക് ദൈവമേ നീ വരണമേ എന്ന് പ്രാർത്ഥിക്കാനല്ല, നിൻ്റെ വഴിയിലേക്ക് ഞാനിതാ വരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. എൻ്റെ ഇഷ്ടം നിറവേറപ്പെടട്ടെ എന്നല്ല, നിൻ്റെ ഇഷ്ടം നിറവേറാൻ നീ എന്നിലേക്ക് വരണമേ എന്നാണ്. അതല്ലേ പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത്, അതല്ലേ ജീവിതത്തിൻ്റെ വലിയ അനുഗ്രഹം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഞാൻ ജീവിച്ചിരിക്കുമ്പോഴും ഞാൻ മരണശേഷവും ഒരിക്കലും പിരിയാത്ത ബന്ധമായി നീ വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിരിയാത്തൊരു ബന്ധം നിലനിൽക്കണമെങ്കിൽ വചനം നമ്മുടെ ഹൃദയത്തിൽ വന്ന് നിറയണം. ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഇപ്പോൾ ഗർഭിണികളായിരിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. ഗർഭസ്ഥ ശിശുക്കളുടെ എല്ലാ പോരായ്മകളും അവിടുന്ന് എടുത്തു മാറ്റണമേ. ബാലികാ ബാലന്മാർ പലവിധത്തിൽ ക്ലേശങ്ങൾ, ഭയം, അപസ്മാരം, അതുപോലെ തന്നെ ബോധക്ഷയങ്ങൾ, ഉത്കണ്ഠകൾ, ഇങ്ങനെയുള്ള എല്ലാം കർത്താവിനെ മാറ്റി കൊടുക്കണമേ. വിദ്യാർത്ഥികളിലേക്ക് നീ വരണമേ. യുവജനങ്ങളിലേക്കും ദമ്പതികളിലേക്കും വയോവൃദ്ധന്മാരിലേക്കും കർത്താവ് നീ വരണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വലിയ ശക്തി കൊണ്ട് നിറയട്ടെ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ വലിയ മഹത്വം കൊണ്ട് നിറയ്ക്കണമേ. എല്ലാ കുഞ്ഞുങ്ങളിലേക്കും അത്ഭുതകരമായ ശക്തി പൊട്ടിപ്പുറപ്പെടട്ടെ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.